എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ സ്വന്തം ബ്രദറാണ്. ഇടയ്ക്കിടയ്ക്ക് വിഗ് മാറ്റുക, ക്ലീൻ ചെയ്യുക, ഹെഡ് ക്ലീൻ ചെയ്യുക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഒരു കാലത്ത് ഞാനും വിഗ് വെക്കേണ്ടി വരും, കാരണം എൻ്റെ മുടി ഇത്രത്തോളം കയറിയിട്ടുണ്ട്. ഇനി മുടി പോയി കഴിഞ്ഞാൽ എനിക്കും വിഗ് വെക്കേണ്ടി വരും. ഹലോ സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം പറയാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അത് നമ്മളെ തന്നെ ഒരു കാര്യം മറച്ചു വെച്ച ഒരു രഹസ്യം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ്. അത് എന്താണെന്നല്ലേ, വേറെ ഒന്നല്ല, നമ്മൾ ഇത്രയും കാലം ഈ മുടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുകയായിരുന്നു. എൻ്റെ മുടിയുടെ ഹെയർ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കുറെ കാലം, ഏകദേശം സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ തന്നെ എൻ്റെ മുടി അത്യാവശ്യം നെറ്റി കയറിയിട്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കുറവുണ്ട്. ഒരുപാട് കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ മുടി പാറി കളിക്കും. ആരെങ്കിലൊക്കെ മുന്നിൽ വരുമ്പോൾ മുടി ഒരുപാട് കയറി നെറ്റി കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ്, മറ്റുള്ളവരെ അഭിമുഖീകരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ തന്നെ ഇതുപോലെ മുടി ഇങ്ങനെ ഒപ്പിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ എല്ലാം സൊല്യൂഷൻ വന്നിട്ടുണ്ട്. പിന്നെന്തിനാ നമ്മൾ ഇത്രയും കാലം ഈ മുടി ഇങ്ങനെ തന്നെ കവർ ചെയ്ത് നടക്കണം? അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാനിപ്പോൾ ഷാർജയിൽ വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മളെ ക്യൂട്ടീസ് ഇന്റർനാഷണലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ഷാർജയിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞത്, എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ സ്വന്തം ബ്രദറാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവന് ഒരു 10-15 വർഷത്തോളം മുടി വിഗ് വെച്ചിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ വിഗ് വെച്ച് നടക്കുമ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഞാനും ഒരു കാലത്ത് വിഗ് വെക്കേണ്ടി വരും, കാരണം എൻ്റെ മുടി ഇത്രത്തോളം കയറിയിട്ടുണ്ട്. ഇനി മുടി പോയി കഴിഞ്ഞാൽ എനിക്കും വിഗ് വെക്കേണ്ടി വരും. അപ്പോൾ അവൻ്റെ മുടി ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് പോയി. അപ്പോൾ അവൻ വിഗ് വെച്ച് നടന്ന് 10 വർഷത്തോളം നടന്നപ്പോൾ അവൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ പറ്റി. കാരണം ഇടയ്ക്കിടയ്ക്ക് വിഗ് മാറ്റുക, ക്ലീൻ ചെയ്യുക, ഹെഡ് ക്ലീൻ ചെയ്യുക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവനക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അവൻ ഇപ്പോൾ ക്യൂട്ടീസ് ഇന്റർനാഷണലിൽ വന്നിട്ട് ഈ എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അവൻ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പം ഞാനിപ്പോൾ എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞത് ഒരു നോർമൽ ഏരിയ ആണെങ്കിലും മുടി മൊത്തം കളയാത്ത ഒരു ലെവലിൽ തന്നെയാണ്. കാരണം നമുക്ക് ഈ ഒരു ഭാഗം അവര് ഡോണർ ഏരിയ ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്യണ ആ ലെവലിലുള്ള ഒരു ട്രാൻസ്പ്ലാന്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതും സഫയർ FUV ആണ് ചെയ്യുന്നത്. നാച്ചുറാലിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് മുടി എടുത്ത് ഇവിടെ ഫിക്സ് ചെയ്യുന്ന ആ ലോങ് ഹെയർ ലൈന് വന്ന് ഫിക്സ് ചെയ്യുന്ന ടൈപ്പാണ്. അത് ഏകദേശം 8 ദിവസം കൊണ്ട് തന്നെ അത് ക്ലിയർ ആവും. അതുകൊണ്ട് തീരെ അറിയാത്ത ലെവലും ആ മെത്തേഡും ഇവിടെ ഉണ്ട്. അതിനൊക്കെ ബെറ്റർ സൊല്യൂഷൻ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ഉണ്ട് എന്ന് പറഞ്ഞ്, അപ്പോൾ ബെറ്റർ ഓപ്ഷൻ ക്യൂട്ടീസ് ഇന്റർനാഷണൽ. എയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇതാ ജസ്റ്റ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ചെറിയൊരു അനസ്തേഷ്യ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു പെയിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡോണർ ഏരിയയിൽ നിന്ന് ഹെയർ എടുക്കുമ്പോഴോ ഒന്നും വലിയ ബുദ്ധിമുട്ടോ വേദനകളൊന്നും ഇല്ല. ഒരു 3 ദിവസം വരെ നമ്മൾ മുടി കെയർ ചെയ്യണം. 3 ദിവസം കഴിഞ്ഞിട്ട് ബാൻഡേജ് എടുക്കാം നമുക്ക്. അതുപോലെ തന്നെ 8 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ കഴുകാനും കാര്യങ്ങൾക്കും ഒക്കെ പറ്റും. ഇപ്പോൾ എയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 8ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നാണ് എൻ്റെ ഹെഡ് വാഷ് ഉണ്ടായിരുന്നത്. ഹെഡ് വാഷ് കഴിഞ്ഞിപ്പോൾ ഇരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇത്രയും ദിവസം എനിക്ക് കൂടെ തൊടാനൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. തൊട്ടാ അത് പറഞ്ഞു പോകും, അങ്ങനെയുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രശ്നമില്ല, നമുക്ക് സാധാ പോലെ നോർമലായിട്ട് ഇവിടെയൊക്കെ തൊടാനൊക്കെ പറ്റും. അപ്പോൾ ഇത് കെയർ ചെയ്യണം എന്നാണ് ഇവർ പറഞ്ഞത്. കാരണം 1.5 കൂടുമ്പോൾ നമ്മൾ ബേബി ഷാമ്പു ഇട്ടിട്ട് ഇത് കഴുകണം. അതുപോലെ ഇവിടെ ഹെഡ് മസാജ് കൊടുക്കണം. ഇന്ന് നോർമലി നമുക്കൊരു മുട്ട അടിച്ചിട്ട് മുടി വളരുന്ന തൊട്ടാലുള്ള ആ ഒരു ഫീലാണ് ഇപ്പോൾ എനിക്കുള്ളത്. അത്രക്കും നാച്ചുറൽ ആയിട്ട് തന്നെ എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക്സ് ടു ക്യൂട്ടീസ് ഇന്റർനാഷണൽ ഷാർജ.